നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നിർദ്ദിഷ്ട വില നിയന്ത്രണ ബില്ലിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. ഡിസംബർ 10-ന് സൂചനാ പണിമുടക്ക് നടത്തും. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൊച്ചിയിൽ നടന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. വ്യാപാര മേഖലയിലെ സഹോദര സംഘടനകളുമായി ആലോചിച്ചായിരിക്കും പണിമുടക്ക് ദിനം പ്രഖ്യാപിക്കുക. ബില്ല് അവതരിപ്പിക്കുന്ന ദിനം മുതൽ ഹോട്ടലുകൾ അടച്ചിടുമെന്നും സംസ്ഥാന പ്രസിഡന്റ് ജോസ് മോഹൻ പറഞ്ഞു. ഡിസംബർ 10-ാം തീയതിക്ക് മുമ്പ് ഒരു സൂചന പണിമുടക്ക്, സൂചന അർത്ഥം തന്നെ പറയാം, ഞങ്ങൾ നടത്തിയിട്ട് അതിൽ ഗവൺമെൻറ് അതിലൂടെ വരുന്നില്ല എങ്കിൽ, ഈ ബില്ലിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടലുകൾ അടച്ചിടും, ശക്തമായി എതിർക്കും. ഹോട്ടൽ ഭക്ഷണത്തിന് നിരക്ക് ക്രമീകരിച്ചാൽ സർക്കാർ ഭക്ഷ്യവിതരണ ശൃംഖലയ്ക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് നൽകുക, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്കും വില ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. ശ്രീ അനൂപ് ജേക്കബ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, ശ്രീ ജോസ് മോൻ, ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതിനിധി, ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോസ് മോൻ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വിയോജിപ്പ് ഭക്ഷ്യ നിയന്ത്രണ ബില്ലിനോട്? ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് ഉന്നയിക്കാനും എതിർപ്പിന് തിരുത്തൽ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കാനും ആവശ്യമായ വ്യവസ്ഥകളടക്കമാണ് ഭക്ഷ്യവില നിയന്ത്രണ ബില്ല് ഈ കൊണ്ടുവരാൻ പോകുന്നത് സർക്കാർ. നിങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരവും അവിടെയുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് വില നിയന്ത്രിക്കാനുള്ള നീക്കത്തെ ഇങ്ങനെ സമരം കൊണ്ട് തടയാൻ ശ്രമിക്കുന്നത്? ഇപ്പോഴും ബില്ല് കരട് നിയമമായിട്ടുള്ളൂ. ആരും തന്നെ ബില്ല് കണ്ടവരില്ല. ഇപ്പോൾ ഒരു മാധ്യമക്കാരും ബില്ല് കണ്ടിട്ടില്ല. ഞങ്ങൾ 6 മാസം മുമ്പ് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. ഈ ബഹുമാനപ്പെട്ട മന്ത്രി, സിവിൽ സപ്ലൈസ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ചർച്ചയിൽ ആദ്യം കൊണ്ടുവന്നത് ഈ വില നിയന്ത്രണമല്ല, വില ഏകീകരിക്കലായിരുന്നു. ആ വില ഏകീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം വില ഏകീകരിക്കുക എന്നുള്ളത്, ഹോട്ടലുകളുടെ വില ഏകീകരിക്കുക എന്നുള്ളത് മാറ്റി അദ്ദേഹം പറഞ്ഞു വില നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എങ്ങനെ വില നിയന്ത്രണം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു 10 അംഗ കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ 10 അംഗ കമ്മിറ്റി നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് 3 പേരുണ്ടായിരിക്കും, ബാക്കി 6 പേര് മറ്റേ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയക്കാരായിരിക്കും, ഒരാൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറോ ആയിരിക്കും. ഡിസ്ട്രിക്ട് കളക്ടർ സമ്മതിക്കാണ്ടായപ്പോൾ അത് റിട്ടയേർഡ് ജഡ്ജിയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരാളാണെന്ന് പറഞ്ഞു. ഈ വില നിയന്ത്രിക്കൽ ഞങ്ങൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തുന്നതിലാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദോഷം. അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട വിയോജിപ്പ്. പക്ഷേ ഇക്കാര്യത്തിൽ, അതായത് അതോറിറ്റി രൂപീകരിക്കുക എന്നത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അതോറിറ്റി രൂപീകരിച്ചാൽ ആ അതോറിറ്റി കൂടി ആലോചിച്ച് അവിടെ എന്തുമാത്രം വിലയ്ക്ക് എന്തൊക്കെ വിൽക്കാൻ കഴിയുമെന്ന അപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചാണ് ഒരു വില ഏകീകരിക്കുന്ന നടപടി ഉണ്ടാവുക. അല്ലാതെ ഏകപക്ഷീയമായ തീരുമാനമായിരിക്കില്ലല്ലോ. ഹോട്ടൽ ബിസിനസ് രംഗത്ത് കാലാകാലങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയാണ് അതോറിറ്റി രൂപീകരിക്കുന്നതും എന്നുകൂടി താങ്കൾ ഓർക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഹോട്ടൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർക്കറ്റിൽ അവർക്ക് കിട്ടുന്ന, അവർ വാങ്ങുന്ന സാധനത്തിന് വില കൂടുന്നു എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉടമകൾ വില ഉയർത്തുകയാണ്. പിന്നീട് മാർക്കറ്റിലെ സാധനങ്ങൾക്ക് വില കുറഞ്ഞാലും ഹോട്ടലിൽ ഒന്നിനും വില കുറയാറില്ല. അങ്ങനെ വലിയ കൊള്ള ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയായതുകൊണ്ട് തന്നെ ഈ ഇടപെടൽ അനിവാര്യമാണെന്ന് സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടപെടുന്നത്. അതിന് നിങ്ങളുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയാണ് അതോറിറ്റി ഉണ്ടാക്കുന്നത്. ഞങ്ങളെ പ്രതികളെ പെടുത്തിക്കുന്ന എന്താ കാര്യമുള്ളത്? ഇന്ന് പരിപ്പിന്, ഉഴുന്ന് പരിപ്പിന് 70 ഉറുപ്പ്യ 50 ഉറുപ്പ്യായി. ആ 70-80 ഉറുപ്പ്യായി ആയതിനു ശേഷം ഞങ്ങൾ അതിന് റെക്കോർഡ്സ് മുഴുവൻ കൊടുക്കണം. ആ റെക്കോർഡ്സ് കൊടുത്ത് കൊണ്ടുവന്ന് 1 മാസത്തിനുള്ളിൽ ഒരു മീറ്റിംഗ് കൂടുന്നതാണ് പറയുന്നത്. ആ 1 മാസത്തിൽ മീറ്റിംഗ് കൂടുന്നതിന് നേരത്തെ പിന്നെയും ഉഴുന്നതിൻ്റെ വില 30 രൂപ കുറഞ്ഞാൽ ഈ നഷ്ടം ആര് സമ്മതിക്കും? 1. 2, ഞങ്ങൾക്ക് ലഭിക്കുന്ന സാധനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഞങ്ങൾ സമ്മതിക്കാം. ഞങ്ങൾ മാത്രം പെടുത്തിക്കൊണ്ട്, ഞങ്ങൾ ചെറുകിട ഇടത്തരം ഹോട്ടലുകാർ മാത്രമേ ഉള്ളൂ. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾ ഇതിലില്ല. അതേമാതിരി ഗവൺമെൻറ് നടത്തുന്ന ഹോട്ടലുകളില്ല. അതേമാതിരി ഗവൺമെൻറ് നടത്തുന്ന ക്യാൻറ്റീനുകളില്ല. പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്ന ക്യാൻറ്റീനുകളില്ല. അപ്പോൾ ഡിജോ കാപ്പൻ, ഹോട്ടൽ ഉടമകൾ പ്രധാനമായും ഉന്നയിക്കുന്ന വാദം, അതായത് അവർക്ക് ലഭിക്കുന്ന പച്ചക്കറി, പലവ്യഞ്ജനം അല്ലെങ്കിൽ ഇറച്ചി, ഇവയ്ക്കൊക്കെ മാർക്കറ്റിൽ വില ക്രമാതീതമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ വില നിയന്ത്രണം ആദ്യം സാധ്യമാക്കാതെ ഹോട്ടലുകളിലെ വില നിയന്ത്രണം മാത്രം കൊണ്ടുവരിക എന്നത് അപ്രായോഗികമാണ്, അനീതിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള ക്യാൻറ്റീനുകളെ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഇത്തരം ഭക്ഷണശാലകളെ ഒന്നും ഈ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നുമില്ല. അവർക്ക് എതിർക്കാൻ ന്യായമുണ്ട്. അല്ല, ഞാനിപ്പോൾ കോട്ടയം സ്റ്റുഡിയോയിലായിരിക്കുന്നത്. ഇവിടെ 8 രൂപ മുതൽ 14 രൂപ വരെ ഉഴുന്നുവടയ്ക്ക് വില നിശ്ചയിക്കുക, ഒരേ ഗ്രേഡുള്ള ഹോട്ടലുകൾ. അപ്പോൾ 8 രൂപയ്ക്ക് വിൽക്കുന്ന കച്ചവടമൊക്കെ ഹോട്ടലുകാരന് ലാഭമുണ്ട്, 14 രൂപയ്ക്ക് വിൽക്കുന്നവന് അമിത ലാഭമുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ പോലും യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഫുഡ് ഇൻസ്പെക്ടർമാര് പരിശോധന നടത്തും. പരിശോധന നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും വളരെ വൃത്തിഹീനമായ പരിസരങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണാം. പുഴുവരിച്ച ഭക്ഷണം തരും. 2 ദിവസത്തേന് ഈ ഹോട്ടൽ അടച്ചിടും, മെയിൻ്റനൻസിന് അടച്ചു എന്ന് അവിടെ DTP എഴുതി ഒട്ടിക്കുകയും ചെയ്യും. പക്ഷെ 4-ാം ദിവസം ഇത് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കും. ഈ പെനാൽറ്റി അടച്ചു കഴിഞ്ഞിട്ട് പഴയത് തന്നെ ആവർത്തിക്കുക. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ വരെ വലിയൊരു പ്രശ്നമാണ്. അനൂപ് ജേക്കബ്, അതായത് ഹോട്ടൽ ഉടമകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അവർ വിപണിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം അത് നിയന്ത്രിക്കാൻ ആദ്യം കഴിയാതെ അവരുടെ മേൽ മാത്രം നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനീതിയാണെന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം. വിപണിയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, റോ മെറ്റീരിയൽസിനുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസൃതമായി വില വർദ്ധിപ്പിക്കാൻ അവർക്കുള്ള സാഹചര്യവും ഉണ്ടാവും. പക്ഷെ അത് വർദ്ധിപ്പിക്കുന്നത് ഒരു അതോറിറ്റി ഉണ്ടാവും ജില്ലകളിൽ. ആ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലും അനുമതിയിലൂടെ മാത്രമായിരിക്കും എന്നതാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ ഒരു അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കരുത് എന്നുള്ളതല്ല, വർദ്ധിപ്പിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിപ്പോ പലപ്പോഴും നമുക്കറിയാം, ഓരോ സന്ദർഭങ്ങളിൽ ഇപ്പൊ വർധനവില്ലാത്ത സമയത്ത് തന്നെ വർദ്ധിപ്പിക്കാറുണ്ട്, റോ മെറ്റീരിയൽസിന് വില വർദ്ധിക്കാത്ത സമയത്ത് തന്നെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇന്നുള്ള വിലയല്ല, തിങ്കളാഴ്ചയുള്ള വിലയായിരിക്കില്ല വെള്ളിയാഴ്ച ഉണ്ടാവുന്നത്. അപ്പൊ അതിനൊരു അൺസ്റ്റെബിലിറ്റി ഉണ്ട്. ഏത് സമയം ഓരോ തരത്തിലുള്ള വിലകൾ വരുന്നു. ഇതിനെ സംബന്ധിച്ച് ധാരാളം പരാതികൾ ഗവൺമെന്റ് തലത്തിൽ വന്നു. ഒരുപാട് ചർച്ചകളും ഡയലോഗ്സും ഒക്കെ നടന്ന ഒരു വിഷയമാണിത്. ഇത് ഒരു സുപ്രഭാതത്തിലെടുത്തൊരു തീരുമാനവുമല്ല. ഇത് വളരെ എനിക്ക് കഴിഞ്ഞ 10-13 വർഷമായി ചർച്ചയിലുണ്ടായിരുന്ന ഒരു വിഷയമാണ്. ഒരുപാട് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും അക്കാര്യത്തിൽ താങ്കൾ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുമുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ അതായത് ഈ മാർക്കറ്റിൽ മറ്റ് സാധനങ്ങൾക്ക് വില കൂടുന്ന മുറയ്ക്ക് ഇവർക്കും വില കൂട്ടാൻ കഴിയും, പക്ഷേ അതിന് നിയമപരമായ കടമ്പകൾ കടക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് താങ്കൾ പറയുന്നത്. കറക്റ്റ്. അതായത് ഒരു അതോറിറ്റി, ജില്ലാ തലത്തിൽ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി ഈ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് അനിവാര്യമായി തോന്നുന്ന പശ്ചാത്തലത്തിൽ അതിനുള്ള സാഹചര്യം കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് അനുമതി കൊടുക്കില്ല. പിന്നെ അതിന്റെ സ്വാഭാവികമായിട്ടും ഹോട്ടലിന്റെ ലൊക്കേഷനും അതിന്റെ സ്റ്റാൻഡേർഡ്സും ഒക്കെ സ്വാഭാവികമായിട്ടും ഈ വിലയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഇതൊരു കരട് ബില്ല് അതിന് രൂപം കൊടുത്തു, മന്ത്രിസഭ അംഗീകാരം കൊടുത്തു, അതിന് അസംബ്ലിയിൽ വരണം. എന്തായാലും ഇത് അസംബ്ലിയിലും ഒരു ചർച്ചയും ഡിബേറ്റും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വിഷയങ്ങൾ കൂടുതൽ ആധികാരികമായി ഉള്ള ചർച്ചകൾ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മിനിസ്റ്റർ, ഈ സമ്മേളനത്തിൽ വരുമോ ഈ ബില്ല്? ഞങ്ങൾ അതിനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലാണ് വെക്കേണ്ടത്. പിന്നെ ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ബില്ലിന് ജീവൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ചരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്വഭാവമുള്ള ഭക്ഷണശാലകളെയൊക്കെ ഈ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്നു, ഞങ്ങളെ ചെറുകിടക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. അതൊരു പരാതിയല്ല. ഇപ്പൊ അതിനകത്ത് നമ്മൾ പബ്ലിക് വരുന്ന സ്ഥലങ്ങളാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പൊ ക്യാൻറ്റീൻ, ഹോസ്റ്റൽസ്, അതൊക്കെ അന്തേവാസികൾക്കായിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കായിട്ടുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അത് വേറൊരു സ്വഭാവമായിരിക്കും ആ കാറ്റഗറിക്ക് ഉണ്ടാവുന്നത്. പിന്നെ സ്റ്റാർ ഹോട്ടൽസ്, ഹെറിറ്റേജ് ഹോട്ടൽസ് ആണെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന ഒരു വ്യക്തി വിശപ്പ് മാറ്റാൻ പോകുന്ന വ്യക്തിയല്ല. അയാള് മറ്റു ആവശ്യങ്ങളും ലക്ഷറിയും ഒക്കെ കണക്കാക്കി പോകുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ബില്ലാണ്, ഇത് ചർച്ചയ്ക്ക് വരും. അപ്പൊ അതിന്റെ അകത്ത് ആവശ്യമായ ഭേദഗതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഗവൺമെന്റ് അതിനകത്തൊക്കെ ഓപ്പൺ മൈൻഡ്നെസ്സേ ഉള്ളൂ. ശ്രീ ജോസ്മോൻ, ഇക്കാര്യത്തിൽ മന്ത്രി വ്യക്തമാക്കിയത് കേട്ടല്ലോ. ഇനിയിപ്പോ പൊതുവിപണിയിൽ നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന്റെ വില അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ മാത്രം നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്ന വാദം നിലനിൽക്കില്ല. കാരണം നിങ്ങൾക്ക് വില കൂട്ടണമെന്നുണ്ടെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് അതോറിറ്റിയെ സമീപിച്ചാൽ അപ്പോഴത്തെ വിപണി സാഹചര്യം മനസ്സിലാക്കി വില കൂട്ടാനും കുറയ്ക്കാനുമുള്ള അനുമതി അതോറിറ്റി തരും.
ഇനി വെള്ളിയാഴ്ചത്തെ വില തിങ്കളാഴ്ച മാറ്റി, തിങ്കളാഴ്ചത്തെ വില ബുധനാഴ്ച മാറ്റി, ആ കളിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാരിന് നിയന്ത്രണമുള്ള അതോറിറ്റി പറയും, അതിനനുസരിച്ച് ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെ വ്യവസ്ഥ ഉണ്ടാവും. ചോദിക്കുന്നത് ഈ ഒറ്റയ്ക്ക് കളിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? അല്ല, ഞങ്ങൾ ഈ ലോകത്തില് അല്ലെങ്കിൽ കേരളത്തില് ഞങ്ങൾക്ക് മാത്രമേ അതോറിറ്റി ഉള്ളൂ, ബാക്കി ആർക്കും അതോറിറ്റി ബന്ധമില്ല. ഇവിടെ അസംസ്കൃത സാധനങ്ങൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മനസ്സിലാക്കുന്നില്ല. 3 കൊല്ലം മുമ്പ് ഉള്ള കൂലി അല്ലെങ്കിൽ അവിടെ ശമ്പളമാണോ ഇന്ന് ഒരു ജോലിക്കാരന് കൊടുക്കുന്നത്? ഇന്ന് 250 രൂപ 300 രൂപ കൊടുത്താൽ ഏത് പണിക്കാരനോടെ കിട്ടും? 800 രൂപ 700 രൂപ കൊടുക്കാണ്ട് ഒരു മെയ്സനെ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് FSS നിയമം അനുസരിച്ച് ഒരേ നഗരത്തിൽ അടുത്തടുത്തുള്ള കടകളിൽ ഒരേ ഭക്ഷണ പദാർത്ഥത്തിന് വലിയ ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് താങ്കൾ ഓർക്കണം. ഇന്നത്തെ വില മറ്റന്നാൾ മാറുന്നത് എങ്ങനെയാണ് എന്നത് കൂടി വിശദീകരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കണം. ഇല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കോ, ഞാൻ പറയുന്നത് കേൾക്കോ? നിങ്ങൾക്ക് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടുണ്ടോ? അവിടെ പഴയ ഒരു കടക്കാരനാണെങ്കിൽ, കുടുംബശ്രീക്കാരനാണെങ്കിൽ അവർക്ക് കൊടുക്കാം. ഒരു പഴയ കടക്കാരൻ്റെ വാടകയും ഇപ്പൊ പുതുതായി വന്നിരിക്കുന്ന വാടകയും അവന് ഇൻവെസ്റ്റ്മെന്റും വ്യത്യാസമുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് അവന് പിന്നെ ഞങ്ങളുടെ പ്രൈസ് ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വില കൂടെ കൊടുത്ത് പോകണ്ട, നിങ്ങൾക്ക് വില കുറഞ്ഞു കൊടുത്ത് പോയാൽ മതി. പക്ഷെ വില കൂടുതൽ കൊടുത്ത് പോകും വേണം, ആ ഫെസിലിറ്റി വേണം, ആ രുചി വേണം, ആ ഐറ്റം വേണം. അതാണ് ബിജോ കാപ്പൻ. ഒന്ന്, ഏറ്റവും വില കൂടിയത് ഈടാക്കുമ്പോൾ വില കൂടിയതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന മറ്റൊന്ന്. പിന്നെ വിപണിയിലെ വില എന്ന വാദം മാറ്റി നിർത്തി ഇപ്പോൾ അവിടെ വാടക കൊടുക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത് ദിനം ദിനം മാറി മറിയുന്ന കൂലി വർധനയുണ്ട് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ന്യായം. അല്ല, അതിനാണല്ലോ അതോറിറ്റി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആ കൂലി എത്രയാണെന്നും വാടക എത്രയാണെന്നും ഒക്കെ ഡിവൈഡ് ചെയ്ത് പറയൂ. അതോറിറ്റി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ ഇതിന്റെ ഉത്പാദന ചെലവ് പല ഒരു സ്കെയിൽ ഉണ്ടാകും. അതിന്റെ കെട്ടിടം വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്ക് എത്രയാവും, ഇലക്ട്രിസിറ്റി ചാർജ് എത്രയാവും, ലേബർ എത്രയാവും, റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്രയാവും, സപ്ലയേഴ്സിന്റെ തുക എത്രയാകും. അപ്പൊ അത് അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതിന് എന്തിനാ ഇവർ തർക്കിക്കുന്നത്? പിന്നെ ഇത് 2002 തുടങ്ങിയ ഒരു ബില്ലാണ്. ഇവരെന്നും ഭീഷണിപ്പെടുത്തി വ്യാപാരി വ്യവസായി അസോസിയേഷൻ ആണെങ്കിലും ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണെങ്കിലും ഭീഷണിപ്പെടുത്തും. നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രമുഖ ബ്രാൻഡ് അവരുടെ ഉൽപ്പന്നങ്ങളിൽ കടുത്ത വിഷമുണ്ട് എന്ന് കണ്ടെത്തി അത് പിടിക്കപ്പെട്ടു. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും മുകളിൽ നിന്ന് ഉത്തരവ് വന്നെന്നാ പറഞ്ഞു, ഇനി ഒരിടത്തും പരിശോധന വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ വിധേയമാകേണ്ടതാണ്. അത് സർക്കാരിന്റെ തന്നെ ഒരു നിയന്ത്രണവും പരിശോധനയും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ പേരിൽ ഇവർ ഒരാഴ്ച ഹോട്ടൽ അടച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാൽ പോലും ഗവൺമെന്റ് അതിന് മുന്നിൽ മുട്ടുമടക്കരുതെന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ. ശ്രീ ജോസ്മോൻ ഇക്കാര്യത്തിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങൾക്ക് ഉയർന്ന മൂല്യമുള്ള ഹോട്ടലിൽ ഉയർന്ന വില നിലവാരമാണ് ഏർപ്പെടുത്തുന്നത് എന്ന ന്യായമാണെങ്കിൽ ഹോട്ടലുകളിൽ വിൽക്കപ്പെടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ആ ഹോട്ടലിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അവിടെ വില നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിൻ്റെ അതോറിറ്റി ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കമ്മീഷനിൽ അപ്പീൽ പോകാം. ഫുഡ് കമ്മീഷൻ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിൽ തന്നെ നേരിട്ട് അപ്പീൽ പോകാനും അടക്കമുള്ള ക്ലോസുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീതി നിഷേധമുണ്ടായാൽ അതിൽ നിങ്ങൾക്ക് ഇടപെടാൻ ആവശ്യമായ സാഹചര്യവുമുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ മുട്ടാപ്പോക്ക് പറയുന്നത്? ഞങ്ങൾ ഹോട്ടൽ നടത്തിയാലല്ലേ, ഞങ്ങൾ ഒന്നാമത് ഒരു അർത്ഥം കഴിഞ്ഞിട്ട് ഈ നിയമം പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടൽ കംപ്ലീറ്റ് അടച്ചിടും. എന്നാലേ ഞങ്ങൾ അതോറിറ്റി കീഴിൽ വരുള്ളൂ. അപ്പം ഞങ്ങൾ ഹോട്ടൽ അടച്ചിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഈ കടുംപിടുത്തത്തിന് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും അടച്ചിടും, യാതൊരു സംശയ കാര്യത്തിലില്ല. കാരണം ഞങ്ങൾക്ക് മാത്രം അതോറിറ്റി, മറ്റുള്ള കേരളത്തിലെ ഒരു ബിസിനസ്സിനും വേറെ ഒന്നും അതോറിറ്റിയിലെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാറിനില്ല. ഗവൺമെന്റ് നടത്തുന്ന ഒരു ഹോട്ടലുകൾക്കില്ല. അതേ രീതിയിൽ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറയൂ ശ്രീ ജോസ്മോൻ. ഇതിൽ എന്താണ് കുഴപ്പം? നിങ്ങൾ നൽകുന്ന സാധനത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില മതി, അത് ഈടാക്കിയാൽ മതി എന്നതാണ് സർക്കാർ ഒഴിവാൻ പോകുന്നത്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? മറ്റെല്ലാവരുടെയും കൊള്ള സർക്കാർ സമ്മതിക്കുന്നു, ഞങ്ങളുടെ കൊള്ള മാത്രം എന്തിനു തടയുന്നു എന്നാണോ? ആ കമ്മിറ്റി മാസത്തിലൊരിക്കൽ കൂടിയാൽ എങ്ങനെ ഞങ്ങളുടെ വില നിന്നിരിക്കും? കമ്മിറ്റി വെച്ചാൽ ആ കമ്മിറ്റി മാസത്തിലൊരിക്കൽ കൂടി അവരുടെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്യണമെന്നോ?
ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബാക്കി ഇതിന് പാക്കറ്റ് ഇതിനും കുഴപ്പമില്ല. പാക്കറ്റ് ഫുഡ് അവർക്ക് എന്ത് വിലയിട്ടും വിൽക്കാം. ഞങ്ങൾ കഷ്ടപ്പെട്ട കാലത്ത് പുലർച്ചെ എഴുന്നേറ്റ് രാത്രി 12 മണി വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് അവർ കമ്മിറ്റി വയ്ക്കുന്നു. ഞാൻ ചോദിച്ചു മറ്റുള്ളവരിൽ നിന്ന് കമ്മിറ്റി വെക്കട്ടെ. മറ്റുള്ള പലതിനും ഇവിടെ അമിത വില ഈടാക്കുന്നു, കൊള്ളപ്പണം പിരിക്കുന്നു, ഞങ്ങൾക്ക് അതിനുള്ള അവസരം തരുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഞങ്ങൾ ഹോട്ടൽ നടത്തുന്നില്ല, പിന്നെയല്ലേ നിങ്ങൾ അതോറിറ്റി കൊണ്ടുവന്ന് ഞങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന ധിക്കാരമാണ്. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ വന്നിരിക്കുന്ന ഒരു വിപത്ത് തന്നെ ഇതാണ്. സംഘടിതരായ ആളുകൾ അസംഘടിതരായ സാധാരണ ജനങ്ങളുടെ മേൽ കടന്നു കയറുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പഞ്ചസാരയുടെ വില കൂടിയാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഞ്ചസാരയുടെ വില കൂടിയാൽ ഉടനെ ചായക്ക് 1 രൂപ കൂട്ടും. ഇപ്പൊ നമുക്കറിയാം, നാട്ടിൽ ഒരു ഏതാണ്ട് 10 ചായ എടുത്തു കഴിഞ്ഞാൽ 7 ചായയേ ഉള്ളൂ പഞ്ചസാര ഇടുന്നത്, 3 ചായക്ക് പഞ്ചസാരയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിത്തൗട്ട് ചായക്ക് എന്തിനാ കൂട്ടുന്നത്? പഞ്ചസാരയുടെ വില വർധനവിന്റെ പേര് പറഞ്ഞിട്ടാണ് ചായയുടെ വില കൂട്ടിയത്. ചായയുടെ വില കൂട്ടുമ്പോൾ വിത്തൗട്ട് ചായക്ക് എങ്ങനെയാണ് വില കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ഇത് കഴിഞ്ഞ പഞ്ചസാരയുടെ വില 40 രൂപയിൽ നിന്ന് 30 രൂപയായി കുറഞ്ഞാൽ ഈ കൂട്ടിയ ചായയുടെ വില കുറയ്ക്കുന്നില്ല. അതോറിറ്റി വരുവാണെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇത് ചൂണ്ടിക്കാണിക്കാം. അതാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ അതോറിറ്റി ഇല്ലെങ്കിൽ സി ജോസ്മോൻ, നിങ്ങൾ എന്തെങ്കിലും സാധനത്തിന് വില കൂടുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിലെ വില കൂട്ടും, പക്ഷേ കുറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ അതിന്റെ വില കുറച്ചിട്ടുണ്ടോ എന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു അതോറിറ്റി വേണമെന്ന് 13 വർഷമായി സർക്കാരിന് മേലെ സമ്മർദ്ദം ഉണ്ടാവുന്നതും ഇപ്പോൾ അതിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധിതമായതും. ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകൾ സമ്മർദ്ദം ഉണ്ടായിട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇദ്ദേഹം 3 വർഷം മിനിസ്റ്ററായിപ്പോൾ 2 വർഷം അങ്ങവർക്ക് ഇത് എന്താ തോന്നിയെന്ന് മനസ്സിലായി. അതല്ല, നേരത്തെ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞു, അല്ല പഞ്ചസാരയുടെ കാര്യം പറഞ്ഞു. പഞ്ചസാര ഇല്ലാത്ത ഒരു ചായ എടുക്കണമെങ്കിൽ ഒരു ഹോട്ടലിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് അറിയില്ല. അത് സെലക്ട് ചെയ്ത് കൊണ്ടുകൊടുക്കാനും പിടിക്കാനായിട്ട്. പഞ്ചസാര ഇല്ലാത്ത ചായ എടുക്കുന്നതിന് ബുദ്ധിമുട്ടിനെ കുറിച്ചല്ല, പഞ്ചസാര ഇല്ല ചായക്ക് നിങ്ങൾ വില 1 രൂപ കൂട്ടിയത് പഞ്ചസാരയ്ക്ക് വില കൂടിയെന്ന് ന്യായം പറഞ്ഞാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പഞ്ചസാരയ്ക്ക് വില കുറഞ്ഞാലോ പഞ്ചസാര ഇടാതിരുന്നാലോ ചായക്ക് വില കുറയ്ക്കുന്ന പരിപാടി ഇല്ല. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ അവർക്ക് എടുക്കാം. ഇങ്ങനെ അല്ല, സാമ്പാർ ഒരാൾക്ക് ഊണ് കഴിക്കുന്ന ആൾക്ക് എനിക്ക് സാമ്പാർ വേണ്ട, വില കുറയ്ക്കാൻ പറ്റുമോ? അതേസമയം വിത്തൗട്ട് ചായ ആണെങ്കിൽ അത് വേറെ ചായ അടിച്ചെടുക്കണം. അതാണ് ഇവർക്കുള്ള ബുദ്ധിമുട്ട്. ഒരാൾക്ക് ഒരു ടേബിളുമാ അല്ല, ഒരാൾക്ക് അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത് കേക്ക്. ഒരു ടേബിളുമാ 5 പേര് വന്നു, ഒരാൾക്ക് ഷുഗറില്ലാത്ത ചായ വേണം, മധുരമില്ലാത്ത ചായ വേണം, അയാളെ സെലക്ട് ചെയ്ത് ഞങ്ങൾ സെപ്പറേറ്റ് ചായ ഉണ്ടാക്കണം. ജോസ്മോൻ, ഒന്നാമത് നിങ്ങൾ സർക്കാരിന്റെ ഈ അതോറിറ്റി വരവിനെ അല്ലെങ്കിൽ സർക്കാരിന്റെ വില നിയന്ത്രണ ബില്ലിനെ തടയാൻ പ്രതിരോധിക്കാൻ പറയുന്നത് പല മിനിറ്റിൽ പല ന്യായങ്ങളാണ്. എന്തായാലും നിങ്ങൾ ഈ ബില്ലിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കച്ചവടം നിർത്തിയാലും മേഖലയാകെ തന്നെ സ്തംഭിച്ചാലും അംഗീകരിക്കില്ല എന്ന ഒരു സമര സംഘർഷത്തിന് ഒരുങ്ങുകയാണ്. അതോറിറ്റി ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ന്യായമുള്ളൂ, അതോറിറ്റി ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് മാത്രമേ അതോറിറ്റി പാടില്ല. താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലെന്ന് കേരളത്തിലെ ഒരു ചെറിയ സംഘടന വെല്ലുവിളിക്കുന്നു. അതാണ് ഇന്ന് കേരളത്തിന്റെ ഒരു സ്ഥിതി. അതിനെ മറികടക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകും ഈ വൈകിയ ഘട്ടത്തിലെങ്കിലും കരുതുന്നുണ്ടോ ശ്രീ ഡിജോ കാപ്പൻ? ഞങ്ങൾ വെല്ലുവിളിക്കല്ല, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറയും. ഞങ്ങൾ വെല്ലുവിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ പാവപ്പെട്ട സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പിന്തുണ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ജനക്ഷേമകരമായ തീരുമാനങ്ങൾ, ഒരു നിയമ നിർമ്മാണം, വിവിധ കമ്മിറ്റികള്, അസംബ്ലി ചർച്ച, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചർച്ചയിൽ നല്ല നിർദ്ദേശങ്ങൾ ഇവർക്കും ഇവരുടേതായ കാര്യങ്ങൾ ഈ അസംബ്ലിയിലെ പ്രതിപക്ഷ MLA-മാരോടും ഭരണകക്ഷി MLA-മാരോടും പറയാമല്ലോ. അല്ലാതെ ഇത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയല്ലോ. അപ്പോൾ ജനക്ഷേമകരമായ നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണം നടത്താൻ പറ്റിയല്ല എന്ന് ഏതാനും ചില ആളുകൾ കൂടി സമരം കൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നന്ദി ശ്രീ ജോസ്മോൻ, ഡിജോ കാപ്പൻ, അനൂപ് ജേക്കബ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി അവസാനിക്കുന്നു. നമസ്കാരം.